ഇന്ദ്രജിത് ഗുപ്തയെ പോലെയുള്ള വലിയ അധികായന്മാർ ഒരു കാലത്ത് CPIയുടെ തലപ്പത്തുണ്ടായിരുന്നു. നയിക്കാൻ അത്രയും വലിയ നേതാവുണ്ടായിരുന്നു. അവിടെ നിന്ന് ദേശീയ തലത്തിൽ അത്രയും പ്രാധാന്യമുള്ളൊരു പാർട്ടി ഇന്ന് എന്താണ് ഭാവി CPIയുടെ? നമുക്ക് അങ്ങനെയൊന്നും നോക്കണ്ട നമ്മുടെ പാർട്ടിയെക്കുറിച്ച്. ഇന്ദ്രജിത് ഗുപ്ത നമ്മുടെ രാജ്യത്തിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലുമുണ്ട്. കാരണം ഇന്ത്യയിലെ പട്ടാളക്കാർ മുതലുള്ള സകല വിഭാഗക്കാർക്കും ഇന്ന് ഓർക്കാവുന്ന അതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പുന്നപ്രവലാർ എന്ന് പറയുന്ന ഐതിഹാസിക സമരത്തിൽ പങ്കെടുത്ത സമരഭടന്മാർ, അവരെ കുടുംബം, വളരെ വളരെ വിഷമിക്കുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് പെൻഷൻ എന്ന് പറയുന്ന ഏർപ്പാട് ഏർപ്പെടുത്തിയത് ഇന്ദ്രജിത് ഗുപ്തയാണ്. മാത്രമല്ല എലക്ഷൻ റിഫോംസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. മാത്രമല്ല ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടത്തിന് മുൻനിന്ന ആളാണ് ഇന്ദ്രജിത് ഗുപ്ത. ഒരുപാട് കാലത്തെ പാരമ്പര്യമുള്ള ആളുകളാണ്. ആ തീക്ഷ്ണമായ ഒരു സമര പരമ്പരയിൽ കൂടി വളർന്നു വന്ന ഒരു തീക്കാറ്റ് പോലെ വളർന്നു വന്ന വിപ്ലവകാരിയാണ് ഇന്ദ്രജിത് ഗുപ്ത. ഇന്ദ്രജിത് ഗുപ്തയെ അതുപോലൊരാൾ എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണ്. ഓരോ കാലത്തിലുമുള്ള ആളുകൾ അതുപോലെ എന്ന് പറയുന്ന ഒരിക്കലുമല്ല. അതുപോലെ ഒരാൾ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ കേരളത്തിന് നിങ്ങൾ നോക്കിക്കോ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെ സഖാവ് കൃഷ്ണപിള്ളയാണ് നമുക്ക് ആദ്യം പോയത്. വളരെ ചെറുപ്പത്തിൽ പോയി. അതിനുശേഷം നിങ്ങൾക്കറിയാം അച്ഛമ്മേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അച്ഛമ്മേനോനെ പോലൊരു മുഖ്യമന്ത്രി ഇനി നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമല്ലേ? ഓരോരുത്തരും അങ്ങനെയാണ്. ഇപ്പം നായനാർ നമ്മളെ മുമ്പിൽ ഏത് കാര്യത്തിനും നമുക്ക് പച്ച മനുഷ്യനായി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നായനാറില്ലേ? ആ നായനാർ ഇനി അതുപോലെ ഒരാൾ വേണമെന്ന് പറഞ്ഞാൽ വരുന്ന കാര്യമാണോ? അല്ല. അത് ഒരു കാലത്തിൻ്റെ അടയാളപ്പെടുത്തലായ അതുപോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നന്മകളുടെ വഴിയിൽ നമ്മളെ നയിച്ചതാണ്. അത്തരം ആളുകൾ വീണ്ടും അതുപോലുള്ള ആൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേതാക്കന്മാർ മാറി മാറി വന്ന് അജയ് ഘോഷ് എന്നൊരു നേതാവുണ്ടായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അജയ് ഘോഷ്, ഇന്ദ്രജിത് ഗുപ്ത. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പാർട്ടിക്ക് എന്താ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നൊരു ഗ്രാഫാണോ CPIക്ക്? ഒരു വിശകലനം എന്ന രീതിയിൽ, ആത്മവിമർശനം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട. പാർട്ടി തകർന്നു പോയെന്ന് ധരിക്കണ്ട. പാർട്ടിക്ക് വേരുണ്ട് രാജ്യത്തിലാകമാനം. ഇന്നത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ തന്നെ രാജ്യം ഭരിക്കുന്നവർക്ക് 37% വോട്ടേ ഉള്ളൂ. 73 പുറത്താണ്. ഇന്ന് 37% രാജ്യം ഭരിക്കുന്ന BJPക്ക് വോട്ടുള്ളൂ. ഒരുപാട് പാർട്ടികൾ ചിത്രീകരിച്ചു പോയി. അതിൽ തന്നെ മിക്കവാറും നമ്മൾ ഇവിടെ കാണുന്ന മാതിരിയല്ല. ഇന്ത്യയുടെ പല ഭാഗത്തും നമുക്ക് ഏറ്റവും നല്ല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമുണ്ട്, നമുക്ക് കാർഷിക മേഖലയിൽ പ്രസ്ഥാനമുണ്ട്, യുവജന പ്രസ്ഥാനമുണ്ട്. പക്ഷെ നമുക്ക് വോട്ടിംഗ് പാറ്റേൺ വരുമ്പോൾ താങ്കൾ അതാ ഉദ്ദേശിച്ചത്, അത് വെച്ചിട്ടാണ് പറഞ്ഞത്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരാനുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനുള്ള അടവുകളും തന്ത്രങ്ങളും, തെരഞ്ഞെടുപ്പിൽ അടവുകളും തന്ത്രങ്ങളും അതൊരു ഘടകമാണ്. പാർട്ടി ഒരുപാട് പിന്നോട്ട് പോയി എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ നമ്മളെ പാർട്ടി കോൺഗ്രസിൻ്റെ റിപ്പോർട്ട് നമ്മൾ ആലോചിച്ചതാണ്. നമ്മളെ പാർട്ടി മെമ്പർഷിപ്പ് എന്താ നമുക്ക് വർദ്ധിച്ചു വരാത്തത്? നമുക്കെന്താ പാർട്ടി മെമ്പർഷിപ്പിൽ വർദ്ധിച്ചു വരാതെ? 6.5 ലക്ഷം മെമ്പർഷിപ്പ് ഇപ്പോൾ എത്തി. നമ്മൾ അന്നും പറഞ്ഞ് നമ്മളിങ്ങനെ അടുത്തടുത്ത് 5.5, 5.25, 6 ഇങ്ങനെ പോകുന്നത് എന്താ? മെമ്പർഷിപ്പിൻ്റെ എണ്ണത്തിലല്ല, പാർട്ടിയുടെ ഉള്ളടക്കത്തിൽ വളരെ പ്രധാനം ആ ഉള്ള മെമ്പർമാരുടെ പ്രവർത്തന നിരതമായ മെമ്പർഷിപ്പ് എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പാർട്ടിക്ക് പൊതുവിൽ നമ്മുടെ രാജ്യത്ത് പൊതുവിൽ വന്ന ഒരുപാട് വിഷയങ്ങളിൽ ആ വിഷയങ്ങളിലെല്ലാം ഇടപെടുന്ന പാർട്ടിയാണ് നമ്മളെ പാർട്ടി. പക്ഷേ ആ പാർട്ടിക്ക് അതുപോലെ ബൂസ്റ്റ് ചെയ്യാൻ പുറത്ത് കാണിക്കാനില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മൾ ആ രംഗത്തേക്ക് തിരിച്ചു വരാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ CPMനെ കുറിച്ച് പറയുമ്പോൾ ബംഗാളിലെ ഒരു പതനത്തെക്കുറിച്ച് എല്ലാവരും സൂചിപ്പിക്കാറുണ്ട്. എന്ന് പറയുന്ന പോലെ ബീഹാറിൽ എപ്പോഴും രണ്ടാം കക്ഷിയായി നിന്നൊരു പാർട്ടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? ആ ഒരു മാറ്റം നമ്മളിപ്പോൾ പറയും നമ്മൾ ഇലക്ഷൻ്റെ ഇതല്ലല്ലോ ഒരു പാർട്ടിയെ നിശ്ചയിക്കുന്നത് എന്ന് പറയുമ്പോഴും അത് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമാണ് അല്ലേ? ഈ ഒരു നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. CPI പോലുള്ള പാർട്ടിക്ക് പലപ്പോഴും തിരുത്തലുകൾ നടത്താൻ പറ്റുന്ന ആർജവം കാണിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. ആ അർത്ഥത്തിലാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ആത്മവിമർശനം? അല്ല, നമ്മൾ ബീഹാറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. നിങ്ങൾ ബീഹാറിലെ പാർട്ടി നിങ്ങൾ പറയും പോലെ പൂർണ്ണമായും ബീഹാറിലെ പാർട്ടി അങ്ങ് തകർന്നു പോയ പാർട്ടിയൊന്നുമല്ല. ബീഹാറിലെ പാർട്ടിക്ക്
കുറച്ച് സ്ഥലത്ത് ക്ഷീണമുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന്, ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ വളരെ പ്രധാനം എന്താ, എലക്ഷൻ കാലത്തുണ്ടാകുന്ന സ്ട്രാറ്റിക്സാണ്. ഈ സീറ്റുകൾ കൂടുകയും കുറയുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ബന്ധങ്ങളും സ്ട്രാറ്റിക്സ് ഉള്ളപ്പോഴാണ്. അതിൽ നിന്ന് മാറി മാറി വരിക. ആ മാറ്റത്തിൽ നമുക്ക് കുറച്ച് ഇലക്ട്രോണിൽ നമുക്ക് നല്ലോണം ക്ഷീണം വന്ന് അത് നമ്മൾ തിരിച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ബീഹാറിൻ്റെ കാര്യത്തിൽ. അത് പിന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള കാര്യങ്ങളും, ബീഹാറിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും. നമ്മൾ മണിപ്പൂർ നേരത്തെ നല്ല പാർട്ടിയായിരുന്നു, ഇപ്പം പാർട്ടി മോശമല്ല. പക്ഷേ മണിപ്പൂർ നേരത്തെ ഇന്നർ മണിപ്പൂർ നമ്മളെ ഒരു സീറ്റായിരുന്നു, ഇപ്പോൾ അത് കിട്ടുന്നില്ല. നമ്മളതിനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ പരിശ്രമം എന്ന് പറയുന്നത് പഴയ കാലത്തിൽ നിന്നും ഒരുപാട് മാറിയെന്താ, ഇപ്പോൾ എലക്ഷൻ എന്ന് പറയുന്നത് എവിടേക്ക് എത്തി? എലക്ഷൻ എന്ന് പറഞ്ഞാൽ ആളും അർത്ഥവും മാത്രം പോരാ. എലക്ഷന് പിന്നെ സമ്പത്തൊരു വലിയ ഘടകമായി വന്നു. അതാണല്ലോ ഇപ്പം വരുന്നൊരു വിഷയം. അതാണല്ലോ സുപ്രീം കോടതി വിധി പറഞ്ഞതും അതാണല്ലോ, ഇലക്ടോറൽ ബോണ്ടിൻ്റെ കാര്യം. അപ്പം പണം എന്ന് പറയുന്നത് അധികാരി വർഗം സമ്പത്ത് സംഭരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുമുള്ള ഒരു വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിനെല്ലാം നേരിടാൻ പറ്റിയ മനുഷ്യൻ്റെ ശക്തി, ഇച്ഛാശക്തി, അത് നമ്മളെ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പാർട്ടിയുടെ ഉള്ളടക്കത്തിലും ഇതുപോലെല്ലാം കണ്ടുകൊണ്ട് വർണ്ണശബളിമ പോലെ നാട്ടിൽ കാണുന്ന ഈ ഏർപ്പാട് കണ്ടുകൊണ്ടാണ് ചെറുപ്പക്കാർ വരേണ്ടത്. ഇതെല്ലാം കണ്ടിട്ടും താത്വികമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ ഒരുപാട് ചെറുപ്പക്കാർ വരുന്നുണ്ടെന്നുള്ളൊരു ആശാവഹമായ കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ ഡൽഹി ഇപ്പോൾ കാണാമല്ലോ, ഡൽഹി സമരത നമ്മുടെ കർഷകരുടെ സമരം. ആ സമരം നമ്മുടെ രാജ്യത്ത് ഒരു സമരം നടന്നതാണ്, 14 മാസം ഒരു സമരം നടന്നതാണ്. ആ സമരം നടന്നിട്ട് ഗവൺമെൻറ് അവരോട് തമ്മിലൊരു ധാരണയുണ്ടാക്കിയ ആ ധാരണ പൂർണ്ണമായും പൊളിച്ച് ഗവൺമെൻറ്. എന്താ പൊളിക്കുന്നത്? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പൊളിച്ചതാണ്. ആ കോർപ്പറേറ്റുകളെടുത്ത എലക്ഷൻ ബോർഡും ആകുന്നത് എന്ന് പറഞ്ഞാൽ സർക്കാർ ഈ കാണിക്കുന്നത് ഒരു തരത്തിലും നീതിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങളാണെന്ന് ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളതല്ലേ. ആ ബോധ്യം ജനങ്ങളിൽ ശരിക്കും എത്തിക്കേണ്ട ഒരു സമയമാണ് തെരഞ്ഞെടുപ്പ്. അതിന് പറ്റിയ ശക്തി നമുക്ക് സംഭരിക്കണമെങ്കിൽ അതിനും ഒരുപാട് ഏർപ്പാടുകളുണ്ട്. കാരണം ഇതിന് ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ പഴയതുപോലെ എത്തിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ എത്തിക്കാൻ പല മാർഗങ്ങളും നോക്കണം. ആ മാർഗങ്ങൾ നമ്മൾ കുറേശ്ശെ നമ്മളെ പരിമിതിക്കനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് മെല്ലെ മെല്ലെ മുന്നോട്ട് വരാൻ കഴിയുന്ന എനിക്ക് വിശ്വാസം. കാരണം ലോകത്തിൻ്റെ ചരിത്രം തന്നെ അതാണ്. ബൂർഷ്വാ ഭരണവർഗം തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധം എടുത്തുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും ചൂഷണത്തിനെതിരായി പോരാടുന്നവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായി ഒരു തിരിച്ചടി, ജനകീയമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ആ തിരിച്ചടി നമ്മുടെ രാജ്യത്തും ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരിക്കലും സംശയിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻകാലങ്ങളിൽ CPM നിശ്ചിതമായി വിമർശിച്ചിരുന്നൊരു പാർട്ടിയാണ് CPI. പല കാര്യങ്ങളിലും അത്തരം നിലപാടുകൾ വളരെ പ്രകടമായിട്ട് തന്നെ പറയാറുണ്ട്. ഈ സമീപകാലങ്ങളിൽ പല വിഷയങ്ങളിലും ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഇത് സാധാരണഗതിയിൽ പലരും പറയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മളൊരു മുന്നണിയാണ്. ഈ മുന്നണിയാണ് ഇന്ത്യയിൽ വരുന്ന മതനിരപേക്ഷ മുന്നണിയുടെ ശക്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മൾ തർക്കങ്ങൾ തെരുവിൽ അലക്കാൻ തുടങ്ങിയാൽ അത് എതിരാളികൾക്ക് വലിയ ആയുധമാണ്. അത് ശരിക്കും മനസ്സിലായിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ അകത്ത് പറയും. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുശീലമുണ്ട്, ഒന്ന് അകത്ത് പറയേണ്ട അകത്ത് പറയും, പുറത്ത് പറയേണ്ട എന്ന് പറഞ്ഞാൽ വിമർശനവും സ്വയം വിമർശനവും. സഖാവ് PKBയുടെ വാക്ക് ഞാൻ കടമെടുക്കാം. PKB ഒരിക്കൽ പറഞ്ഞിരുന്നു, ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലും ആരെങ്കിലും വിമർശിക്കുമ്പോൾ ആദ്യം ആ ടോർച്ച് സ്വന്തം ഹൃദയത്തിൽ നിന്ന് അടിച്ചു നോക്കണം, എൻ്റെ ഹൃദയം ശുദ്ധമാണെന്ന്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. നമ്മൾ വിമർശനവും സ്വയം വിമർശനവും നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം രണ്ട് പാർട്ടികളില്ലേ, രണ്ട് പാർട്ടികൾ എന്നതിൽ പ്രശ്നം ഉണ്ടാവില്ലേ. എന്നാൽ കൂടുതൽ യോജിപ്പോടെ ഈ രണ്ട് പാർട്ടികൾ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണിത്. കാരണം ആപത്ത് വളരെ വലുതാണ്. ആപത്തിനെതിരായി നമ്മൾ ഒരുമിച്ച് പോരാടേണ്ട ആളുകൾ നമ്മൾ തമ്മിൽ തർക്കിക്കാൻ ഇവിടെ നിന്നാൽ ആപത്തുമായി വരുന്ന ആളുകളുണ്ടല്ലോ, അവരെ നമ്മളെ വിഴുങ്ങും, നമ്മളെ നാടിനെ വിഴുങ്ങും. നാടാണോ പ്രശ്നം
എല്ലാം നമ്മളെ തർക്കമാണോ പ്രശ്നം എന്ന് നമ്മൾ നോക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴും ആപത്തിനെ ചെറുക്കാൻ വേണ്ടി, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി തൽക്കാലം എന്തെങ്കിലും സഫർ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ആപത്തിനെതിരായി നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സംശയം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കുറച്ച് തർക്കിക്കട്ടെ. ഇവിടെ ഒരുപാട് അതിൻ്റെ പേരിൽ ഒരുപാട് സന്തോഷിച്ച ആളുകളുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറഞ്ഞാൽ UDF നല്ല സന്തോഷമായിരുന്നു. CPI CPM തെരുവിൽ വെച്ച് അങ്ങ് ഏറ്റുമുട്ടട്ടെ, നല്ല കാര്യം ഒന്ന് ഏറ്റുമുട്ടട്ടെ, എന്നാൽ CPIനെ കുറച്ച് സഹായിച്ചേക്കാം. അതുപോലെ തന്നെ BJP കരുതി അവർക്കൊക്കെ നിരാശപ്പെടേണ്ടി വരുമെന്ന് അവർക്ക് അപ്പം മനസ്സിലായാലും ഇത് രാഷ്ട്രീയമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ദീർഘദർശിത്വത്തോടെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ദീർഘദർശിത്വത്തോടെ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് വഴികാട്ടിയ ആളുകളാണ് നമ്മളെ മുമ്പേ മറഞ്ഞുപോയ ആളുകൾ. അവരുടെ പാദത്തിൻ്റെ വന്ന വഴിയിലൂടെയല്ലേ നമ്മൾ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ സംശയിക്കുന്ന തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെന്ന് തന്നെയാണ് അല്ലേ? ഏത് തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ, തിരുത്തലുകൾ നമ്മൾ നടത്തേണ്ട പാർട്ടിക്കകത്ത് തന്നെ നടത്തും. അതിലൊട്ടും തർക്കമില്ല. മുന്നണിക്കകത്ത് വേണ്ട മുന്നണിക്കകത്തും. കാരണം ഈ മുന്നണി ശക്തമായി പോകണ്ടേ? രാജ്യത്തൊരു ബദലായി ഈ മുന്നണി ശക്തമായി പോകണമെങ്കിൽ തിരുത്തലുകളുണ്ടെങ്കിൽ അതിനകത്ത് നടത്തണ്ടേ? ജനങ്ങൾക്കത് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പം അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുമല്ലാതെ അത് പരസ്യമായി വിളിച്ചു പറയുമ്പം അതാർക്കാ ഗുണം? എതിരാളികൾക്ക്. ആ ഗുണം ഒരിക്കലും നമ്മളെ കൊണ്ട് ആ ഗുണം ഉണ്ടാവാൻ പാടില്ല എന്ന കാര്യത്തിൽ നമ്മൾ വളരെ പ്രതിജ്ഞാബദ്ധരാണ്.